കടലായി ശ്രീകൃഷ്ണ ഭഗവാന്റെ തൃച്ചരണങ്ങളിൽ ഇന്ന് ഏകാദശ സ്കന്ധം ആരംഭിക്കുകയാണ്. ഏകാദശ മുക്തി എന്ന ലക്ഷണത്തോട് കൂടിയിട്ടുള്ള ഏകാദശ സ്കന്ധം 31 അധ്യായങ്ങളുണ്ട്. ഭഗവാന്റെ ദൂര സംഭാരവും ഭഗവാൻ സ്വധാമത്തിലേക്ക് തിരിച്ചു പോകുന്നതും അനേകം തത്വങ്ങളും ഒക്കെ അടങ്ങിയതാണ് ഏകാദശ സ്കന്ധം. ആദ്യത്തെ അധ്യായത്തിൽ മുനിമാരുടെ ശാപം ലഭിക്കുവാൻ കാരണമാകുന്ന പ്രവൃത്തി സാമ്പൻ ചെയ്യുന്നതും സാമ്പനും കൃഷ്ണന്റെ മറ്റു മക്കളെല്ലാവരും കൂടി ചെയ്യുന്നതും ആ ഉലക്ക പൊടിച്ച് സമുദ്രത്തിൽ ശ്രീകൃഷ്ണനോട് ചോദിക്കാതെ തന്നെ ഉഗ്രസേനന്റെ ആജ്ഞപ്രകാരം സമുദ്രത്തിൽ കലക്കുന്നതും ഒരു കഷ്ണം ബാക്കിയുള്ളത് സമുദ്രത്തിലേക്ക് എറിയുന്നതും മത്സ്യം വിഴുങ്ങുന്നതുമൊക്കെയാണ് ഒന്നാമത്തെ അധ്യായത്തിൽ പരാമർശിക്കുന്നത്. ഇതുമൂലം ഇപ്രകാരമുണ്ടായ ഭൂമിയുടെ ഭാരം വീണ്ടും വളരെ വർദ്ധിക്കും. അവരെ ഞാൻ പോയി കഴിഞ്ഞാൽ ശിക്ഷിക്കാൻ ആരും ഉണ്ടാവുകയില്ല എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഭഗവാൻ തന്നെയാണ് ഇപ്രകാരം ഒരു ലീല ഒരുക്കുന്നത് എന്നാണ് പറയുന്നത്. എന്നാൽ ഭഗവാൻ തന്നെ തൻ്റെ മക്കളോട് ബ്രാഹ്മണശാപം വാങ്ങുന്നത് ബ്രാഹ്മണന്മാരെ പൂജിക്കണം, ബ്രാഹ്മണന്മാർ അത്യുന്നതന്മാരാണ്, ഒരു കാലത്തും ഒരിക്കലും ബ്രാഹ്മണന്മാരോട് തമാശയായി പോലും ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഗൃഹമോക്ഷത്തിൻ്റെ സമയത്ത്. എന്നിട്ടും അത് ഓർമ്മയില്ലാതെ അവർ ആ മുനീശ്വരന്മാരെ പരീക്ഷിക്കാൻ ഒരുങ്ങുകയും ശാപം ഏറ്റുവാങ്ങുകയും ചെയ്യുന്നതൊക്കെയാണ് ഈ അധ്യായത്തിൽ പരാമർശിക്കുന്നത്. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യസൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീമദ് മഹാഭാഗവത പ്രാർത്ഥന. ഓം തത്സത്. സംസാര സാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹഗൃഹീതാംഗം മാമുദ്ധര ഭവാർണവ. ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി സ്വീകൃതോऽസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. മനോരഥോ മദീയോऽയം സഫലഃ സർവദാ ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യോ ദാസോഹം തവ കേശവ. സുഖരൂപ പ്രബോധജ്ഞ സർവശാസ്ത്ര വിശാരദ ഏതത് കഥാ പ്രകാശേന മദജ്ഞാനം വിനാശയ. ദേവദേവ ജഗന്നാഥ പുണ്യശ്രവണ കീർത്തന യദുത്തമോത്തമ ശ്ലോക നാരായണ നമോസ്തുതേ. ഭവേ ഭവേദാ ഭക്തി പാദയോസ്തവ ജായതേ തദാ പുരുഷദേവേശ നാദസ്തം നോ യദ പ്രഭു. നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമനം തം നമാമി ഹരിം വരം തം നമാമി ഹരിം വരം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത വന്ദന ശ്ലോകം. ഓം ജന്മാദസ്യ ദുർനയാദിതരദശാഖ്യേഷ വിഘ്നസ്വരാൻ തേനേ ബ്രഹ്മഹൃദായാദികവയേ മുക്ത്യന്തി സൂരയാ. തേജോ വാരിമതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ വൃഷാ ദാമ്നാസേന സദാ നിരസ്തകുഹകം സത്യം വരം ധീമഹി സത്യം വരം ധീമഹി. ധർമ്മപ്രോജിതകൈതഗോത്ര പരമോ നിർമത്സരാണാം സദാ വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരീരീശ്വര സദ്യോ ഹൃദ്യവരുദ്ധതേ പ്രഭൃതി ശുശ്രൂഷുഭി തക്ഷണാ. നിയമകൽപതലോർഗളിതം പരം ശുഭമുഖാദമുഖദ്രവ സംയുതം വിപദ ഭാഗവതം രസമാലയം മുഹുരഹോരസികാ വിഭാവുക. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. പരമാനന്ദമാധവം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം ഏകാദശ സ്കന്ധം ഒന്നാമത്തെ അധ്യായം. അത് ഏകാദശ സ്കന്ധ പ്രഥമോധ്യായ. ശ്രീ ബാലരായണീരുവാച
कृत्वा दैत्यवदं कृष्ण स रामो यदुर्वृता भुवोऽवताराद्भारं जविष्ठं जनयन् कलिम्। नमो भगवते वासुदेवाय एकोऽपिदासु बहु पाण्डुसुदासवत्ने मृत्युहेलनकजग्रहणादिभिस्तान् कृत्वा निमित्तमितरेतरतः समेतान् हत्वानुवन् विहरदक्षिरिहारमीशा वृद्धनाय दुर्निरस्य गुप्ते सुबाहुभिरचन्दयद प्रमेया मन्ये वने धनुगदोऽप्यगदं भारं यत् यादवं कुलमहो अभिशक्यमस्ति नैवान्यदा परिभवोऽस्य भवेत् कथञ्चित् मत्संश्रयस्य विभवोऽन्यहनस्य नित्यम् अन्धकलीं यदुकुलस्य विधाय वेणुस्तम्भस्य वह्निमिहशान्तिमुपैविताम् വേണുസ്തംഭസ്യ വക്നീം ഇവശാൻ. അതായത് മുള എപ്രകാരമാണോ പരസ്പരം മുറിഞ്ഞ് കത്തി ശാമ്പലാകുന്നത്, അപ്രകാരം തന്നെ തൻ്റെ കുലത്തെയും പരസ്പരം കലഹിപ്പിച്ച് ഇല്ലാതാക്കണം. എന്തെന്നാൽ അവരെ ശാസിക്കുവാനോ അവരുടെ അടക്കുവാനോ ഈ ലോകത്ത് ആരും ഇല്ല. നിമിത്തം ജീവിതം, അതായത് ചൂത് നിമിത്തമാക്കിയിട്ട് എപ്രകാരമാണോ അനേക ദുഷ്ടരാജാക്കന്മാരെയൊക്കെ മഹാഭാരത യുദ്ധത്തിൽ ഇല്ലാതാക്കിയത്, അപ്രകാരം യുദ്ധമൊന്നും ചെയ്യാൻ പറ്റില്ല. അവർ പരസ്പരം കലഹിച്ച് ഇല്ലാതാകണം എന്ന് ഭഗവാൻ തീരുമാനിക്കുകയാണ്. ഏവം വ്യവസിതോ രാജൻ സത്യസങ്കൽപ്പ ഈശ്വര ശാപവ്യാജേന വിപ്രാണാം സഞ്ജഘ്രേഷുകുലം വിഭൂ. സുമൂർത്യാലോകലാവണ്യ നിർമൂർത്യാലോചനം നൃണാം യദ്വിസ്താസ്മരതാം ചിത്തം ഹരേസ്താനിക്ഷതം ക്രിയാ. आच्छिद्य कीर्तिं सुश्लोकां विदत्य ह्यज्जसान्मुखौ तमोनयातिरिष्यन्ति त्यगात् स्वं पदमीश्वरां. तजोवाच ब्रह्मण्यानां वधान्यानां नित्यं वृद्धोपसेविनां विप्रसाव कथमभो कृष्णिनां कृष्णचेतसाम्. ചുരുക്കി പറഞ്ഞു നിർത്തിയപ്പോൾ ഇപ്രകാരം പറഞ്ഞാൽ പോരാ, എപ്രകാരമാണ് കൃഷ്ണികൾക്ക് ശാപം ലഭിച്ചത് എല്ലാം വിശദമായി പറഞ്ഞു തരൂ എന്ന് പരീക്ഷിത്ത് രാജാവ് ശ്രീ ശുകബ്രഹ്മർഷിയോട് ചോദിക്കുകയാണ്. എന്നിമിത്ത ആത്മാനാം ഭേദ ഏതത് സർവം വദസ്വമേ. സകല സുന്ദര സന്നിവേശം കർമാചരൻ ഭുവി സുമംഗളമക്തകാമ ആസ്ഥായ ധാമരമമാണ ഉദാരകീർത്തി സംഹർത്തുമൈച്ഛതകുലം സ്ഥിതികൃത്യശേഷ. कर्माणि पुण्यनिवहानि सुमङ्गलानि कायज्जगत् कलिमलावहराणि कृत्वा कालात्मना निवसदा यदुदेवगेहे पिण्डारकं समगमन् मुनयो निसृष्टाम्. विश्वामित्रो कन्नो दुर्वासा भृगुरङ्गिरा कश्यपो वामदेवो वसिष्ठो नारदादया. സപ്തർഷിമാർ ഭഗവാനെ സന്ദർശിക്കാൻ വരികയാണ്. ഭഗവാനാണ് ഈ ലോകത്തിന് മുഴുവൻ മംഗളം നൽകുന്നത്. അപ്രകാരമുള്ള ഭഗവാനെ കണ്ട് വന്ദിക്കുവാൻ വേണ്ടി സപ്തർഷിമാരുടെ പേരാണ് വിശ്വാമിത്രൻ, കർണൻ, ദുർവാസ, ഭൃഗു, അങ്കിരസ്, കശ്യപൻ, വാമദേവൻ, വശിഷ്ഠൻ, നാരദൻ തുടങ്ങിയ എല്ലാവരും വന്നു ഭഗവാനെ സന്ദർശിക്കുവാൻ. അപ്പോൾ ഒരു തമാശ തോന്നി കുട്ടികൾ ചെയ്യുന്ന ഭാഗമാണ് പറയുന്നത്. ക്രീഡന്തസ്ഥാനുഭവ്രജ്യ കുമാരായ നന്ദന ഉപസംഗൃഹ്യ പപ്രച്ചു അവിനീതാവിനീതവത്. ദേവേഷയിത്വാ സ്ത്രീവേഷൈ സാംബം ജാംബവതീ സുതം യേഷാ പൃച്ഛതിവോ വിപ്രാ അന്തർവത്സി ദക്ഷണ. प्रष्टुं विलज्जति साक्षात् प्रभ्रूदामोखदर्शन प्रसोष्यन्ति पुत्रकामा किं सञ्जनयिष्यति. एवं प्रलब्धा मुनियस्तानुजो कुपिता नृपा जनयिष्यति वो मन्ना मुसलं कुलनाशनम्. നാണം അഭിനയിച്ചുകൊണ്ട് ഇവൾ എന്ത് കുഞ്ഞിനെയാണ് പ്രസവിക്കുക, ആണാണോ പെണ്ണാണോ എന്ന് അവർ എല്ലാവരും ചേർന്ന് വന്ന് ചോദിക്കുകയാണ്. പ്രസവം അടുത്തിരിക്കുകയാണ്, എന്താണ് കുഞ്ഞെന്ന് ചോദിക്കുമ്പോൾ ഇവർ തങ്ങളെ കളിയാക്കുകയാണെന്ന് മനസ്സിലാക്കിയ മുനിമാർക്ക് കോപം വരികയും അവർ മന്ദന്മാരെ ഇവളൊരു മുസലത്തെ പ്രസവിക്കും, ഉലക്കയെ പ്രസവിക്കും, ആ ഉലക്ക നിങ്ങളുടെ എതിർകുലത്തെ നശിപ്പിക്കും എന്ന് ശാപം കൊടുക്കുകയാണ്.
തച്ഛുത്വാദീതി സന്ത്രസ്ത വിമുച്യ സഹോദരം വിമുച്യ സഹസോദരം സാമ്പസ്യ ദശുസ്തസ്മിൻ മുസലം ഗൽവയേ സ്മയം. കിം കൃതം മന്ദഭാഗ്യേന കിം വദിഷ്യന്തി നോ ജനാ ഇതി വിശ്വലിതാഗേഹൻ ആദായ മുസലഞ്ജയോ. തച്ചോപനീയ സദസി പരിമ്ലാനമുഖസ്യ രാജ്ഞ ആവേദയാശ്ചക്രു സർവയാദവ സന്നിധൗ. श्रुत्वा मोखा विप्रशापं दृष्ट्वा च मुसलं नृपा विस्मिता भयसन्द्रस्ता बभूवुर्द्वारकौ प्रसा. ഇപ്രകാരം ശപിച്ച് അവർക്ക് ഉടനെ സാമ്പന് അവരുടെ വേഷമഴിക്കുമ്പോഴേക്കും മുസലത്തെ കാണുകയും അത് ഉഗ്രസേനോട് പറഞ്ഞ് അവർ കൊടുക്കുന്നതും ഒക്കെയാണ്. തച്ചൂർണയിത്വാ മുസലം യദുരാജസ്സ ആഹുക സമുദ്രസലിലേ പ്രാസ്യം ലോകം ചാസ്യാവശേഷിതം. കശ്ചിൻ മത്സ്യോഗ്രസില്ലോകം ചൂർണാനി തരളിസ്തദാ ഉപ്യമാനാനി വേലായ മത്സ്യോ ഗൃഹീതോ മത്സ്യജ്ഞേ ജാലേനാനി സഹാനവേ തസ്യോദരഗതം ലോകം സശല്യേ ലുബ്ധോ കരോ. ഭഗവാൻ സംവാർത്ത ഈശ്വരോ വിരധന്യത കർത്തും നൈച്ഛതി പ്രശാപം കാലരൂപ്യാനുമോദതാ. ഓം തത്സത്. ഇത് ശ്രീമദ് മഹാഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യ സംഹിതായാം ഏകാദശസ്കന്ധേ പ്രഥമോധ്യായാം സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഭഗവാൻ പ്രകാശ സമർപ്പിക്കുന്നു. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത കീർത്തനം. ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത. കിങ്കിണി പദകമല കൃഷ്ണ കങ്കണ കരയുഗള കുങ്കുമ പങ്കില വക്ഷസ്ഥലവര കുവലയദളനീര ദേവാ ജയ ജയ ഭാഗവത ഗതിനവനീതഹര കൃഷ്ണ കരുണീ ചിത്തഹര ദയയാ പാലയ ദാമോദര തുളസീദാമദര ദേവാ ജയ ജയ ഭാഗവത ഗോവർദ്ധനധരണ കൃഷ്ണ ഗോപീജനരമണ കോമള പല്ലവ സുന്ദര ചരണ കോകില മധുവജന ദേവാ ജയ ജയ ഭാഗവത നന്ദകുമാര ഹരേ കൃഷ്ണ നാരദ ഗീതഗുണ നാരായണ വര ഭട്ടഗിരീകൃത സ്തുതിവര ശുഭഫലദ ദേവാ ജയ ജയ ഭാഗവത പൂർവാന പ്രിയ ഹേ കൃഷ്ണ വൃന്ദാവന രസിക പ്രേമിക ഭാവുക മണ്ഡല പൂജിത പാദ സരോജയുഗ ദേവാ ജയ ജയ ഭാഗവത ജയ ജഗദീശ ഹരേ കൃഷ്ണ ജയ ജഗദീശ ഹരേ ജയ ഗുരു മാരുത മന്ദിരനാഥ ജയ ജഗദീശ ഹരേ ദേവാ ജയ ജയ ഭാഗവത ദേവാ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ദേവാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ജയ ജയ ഭാഗവത. സർവത്ര
നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം തത്സത്. ശ്രീ വിഷ്ണു ഭുജംഗ പ്രയാഗത്തോടുകൂടി ഇന്നത്തെ പാരായണം ഭഗവാന്റെ കൃപാൽക്കൽ സമർപ്പിക്കുകയാണ്. ശങ്കരാചാര്യ രചിത വിഷ്ണു ഭുജംഗ പ്രയാഗം. ഇദം ശക്തിദം നിർമ്മലം നിർവികൽപം നിരീഹം നിരാകാരം